എം.വി. രാഘവന് ശേഷം മന്ത്രിയില്ലാ കാലവും എം.എൽ.എ. ഇല്ലാ കാലവും കണ്ട 2 ദശാബ്ദത്തിനു ശേഷം CMP എന്ന പാർട്ടിക്ക് എം.എൽ.എയും മന്ത്രിസ്ഥാനവും ഒക്കെ കിട്ടിയ നല്ല കാലം പിറന്നിരിക്കുകയാണ്. അപ്പോഴേക്കും പുതിയ ബന്ധുക്കൾ എത്തുന്നു. അതും CPM-ൽ നിന്ന് പുറത്തു പോകുന്നവരോ പുറത്താക്കപ്പെടുന്നവരോ. മുൻ എം.എൽ.എ. P.K. ശശിയുടെ പാലക്കാടൻ പാർട്ടിയാണ് അപ്പാടെ CMP-യിൽ ലയിച്ചത്. P.K. ശശി പാർട്ടി സെക്രട്ടറിമാരിൽ ഒരാളുമായി. ഇനി CMP പാർട്ടിക്ക് വെച്ചടി കയറ്റമായിരിക്കും, സംശയമില്ല. അങ്ങനെ ഒരു അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ CMP-യുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ പേര് P.K. ശശി എന്നായിരിക്കും. 9-1. അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാൾ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, നമ്മൾ നവചിന്താ കമ്മ്യൂണിസ്റ്റുകാരാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് ചെയ്ത തെറ്റുകളെ മുഴുവൻ തള്ളിക്കളയാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നില്ല. പുതിയ ശരികൾ ചെയ്യാൻ വേണ്ടി നാം പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ്, യഥാർത്ഥ വിപ്ലവകാരികൾ. 10 വർഷം എം.എൽ.എയും KTDC അധ്യക്ഷനുമായി ഭരണത്തോടൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ വരെ കസേരയിൽ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ മറുഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി. പക്ഷെ ജയിച്ചില്ല. എങ്കിലും പഴയ പാർട്ടിയെ വിമർശിച്ച് നന്നാക്കുക എന്ന പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇവരുടെയൊക്കെ കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ പാർട്ടി തകർന്നു പോകുന്നത്. എന്തൊരു ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പറ്റിയൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ? LDF അല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ. അങ്ങനെയാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ. ആ മുദ്രാവാക്യത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, എന്തൊരു ധിക്കാരം. നാട്ടുപുറത്ത് പറയില്ലടാ, ഞാനല്ലാതെ ആരടാ എന്റെ കൂടെ ഉള്ളത്? മറ്റാരുണ്ട്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. LDF അല്ലാതെ. ഇത് നാട്ടുപ്രമാണി ധിക്കാരം പറയുന്നത് പോലെയുള്ള ധിക്കാരമല്ലേ ഇവിടെ പറഞ്ഞത്? തന്നോട് കളിക്കാൻ ഞാനുണ്ട്. ഇതിന്റെയൊക്കെ കൊടുത്തിട്ടുള്ള, ജനങ്ങൾ കൊടുത്തിട്ടുള്ള ശിക്ഷയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 കൊല്ലം തുടർച്ചയായി അധികാരത്തിലിരുന്ന CPIM അതിന്റെ അംഗസംഖ്യ 26ലേക്ക് താണു. ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂയിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. മറ്റാരുണ്ട്? LDF അല്ലാതെ. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ടാ? മികച്ച രാഷ്ട്രീയ വൈദ്യൻ കൂടിയായ നേതാവിന് മുൻ പാർട്ടിയിൽ തൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒറ്റമൂലിയൊന്നും കൈവശമുണ്ടായിരുന്നില്ല. കയ്പ് കഷായവും ഏറെ കുടിച്ചു, എന്നിട്ടും രക്ഷയുണ്ടായില്ല. എന്നാൽ തൻ്റെ പഴയ പ്രസ്ഥാനത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട് താനും. ബംഗാളിൽ 35 കൊല്ലം വേണ്ടി വന്നു CPIM-ന്റെ ഈ അവസ്ഥയിലേക്ക് എത്താൻ. എങ്കിൽ ഇവിടെ 10 കൊല്ലം വേണ്ടി വന്നു. 10 കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CPIM തരിപ്പണമാകുന്ന കാഴ്ച. ഷാജിയെ, സുഷുമ്നയുടെ 14ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയല്ല. ഇനി വരാൻ പോകുന്നതോ ഇപ്പൊ ICU-ലാണ്. ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരു ഹോൺ അടിക്കാനെങ്കിലും പറ്റിയോ വൈദ്യര്? ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാൻ.